ഇവിടെ സാജു നടത്തിയിരിക്കുന്ന ഒരു നല്ല പ്രവർത്തനത്തെ, അത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹകരണത്തോടുകൂടി നടത്തിയിരിക്കുന്ന നല്ല പ്രവർത്തനത്തെ, അതിൻ്റെ നേരിട്ടുള്ള സാക്ഷിയാവാനായിട്ടുള്ള അവസരം കിട്ടിയത് സന്തോഷമായിട്ടാണ്. രാഷ്ട്രീയ പോരാട്ടങ്ങൾ നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞത് മാത്രമേ ഉള്ളൂ. MP പറയുമായിരുന്നു, പത്തനാപുരത്ത് വൻ മുന്നേറ്റമാണ് ഈ പ്രാവശ്യത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് പാർട്ടിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നത്. 8ൽ 6ഓളം പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും UDFൻ്റെ കൈകളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരെല്ലാം ഇവിടെയുണ്ട്. അവരെല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ആ ഒരു വിജയം കൈവരിക്കാൻ പ്രവർത്തിച്ചത്. ഇതൊക്കെ തന്നെ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഭാഗമാണ്. ഇനിയിപ്പോൾ 3 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അവിടെയും ഉജ്ജ്വലമായ രാഷ്ട്രീയ പോരാട്ടം നടത്തി നമ്മൾ വിജയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. പക്ഷെ ഇത്തരം വിജയങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴും നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കാനും അവിടെ എവിടെയൊക്കെ ആവശ്യങ്ങൾ ആളുകൾക്കുണ്ടാകുമ്പോൾ അവരുടേക്ക് ആവശ്യത്തിന് സഹായവുമായി എത്തിച്ചേരുകയും ചെയ്യുന്നത് ഒരു കോൺഗ്രസ്സുകാരൻ്റെയും ഒരു പൊതുപ്രവർത്തകരുടെയും കടമയാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ട ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർമാർ തന്നെ ഉണ്ടായി, ഒരുപാട് പേര് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായി. അവരുടെ തന്നെ യഥാർത്ഥ കർത്തവ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സേവകരായി മാറുക എന്നുള്ളതാണ്. കാരണം ഈ വിജയം ഞങ്ങളിലേക്ക് എത്തിക്കുന്നത് ജനങ്ങളാണ്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗംഗ, യമുന എന്ന് പറയുന്ന 2 പെൺകുട്ടികളുടെ ഒരു കുടുംബം, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ, 95% മാർക്ക് വാങ്ങി വിജയം നേടിയ കുട്ടികൾ. ആ കുട്ടികളുടെ കൂടെ കമ്പൈൻ സ്റ്റഡി നടത്താൻ ഒരുപാട് കുട്ടികൾ തയ്യാറായിട്ട് അവരോട് ആവശ്യപ്പെടുമ്പോൾ ആ കമ്പൈൻ സ്റ്റഡി നടത്താൻ പോലും അവർക്ക് സ്വന്തമായിട്ടൊരു വാസസ്ഥലമില്ല. ഒരു വീടെന്ന് പറയുന്നത് ഇന്ന് എല്ലാവരുടെയും സ്വപ്നമാണ്. സ്വന്തമായി കയറിക്കിടക്കാൻ കൂര ഉണ്ടാവുക, പ്രത്യേകിച്ച് 2 പെൺകുട്ടികളുള്ള ഒരു കുടുംബത്തിന് സുരക്ഷിതത്വമുള്ള ഒരു വീട് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ അത് കണ്ടെത്തി അവരുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യം വന്നപ്പോൾ അത് നേരിട്ട് ഏറ്റെടുത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുമായിരുന്നു ഏറ്റെടുത്ത് അവർക്ക് ഇന്ന് കെട്ടുറപ്പുള്ള വാസയോഗ്യമായിട്ടുള്ളൊരു വീട് കൊടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു. അതിന് സാജുവിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഞാൻ അവനെ മുക്തകണ്ഠം അവരെ എല്ലാവരെയും അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഇതൊരു കാരുണ്യ പ്രവർത്തനമൊന്നും നമ്മൾ പറയേണ്ടത് നമ്മുടെ കടമയാണ്. പൊതുപ്രവർത്തകർ എന്നതിൽ നമ്മുടെ കടമയാണ്. നമ്മൾ ആർക്കും ചെയ്തു കൊടുക്കുന്ന ഔദാര്യമല്ല. ഇപ്പം കേരള സർക്കാർ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് വീട് പദ്ധതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് പേർക്ക്. പക്ഷെ വീടില്ലാത്തവർ ഇപ്പോഴും വീട്ടില്ലാത്തവരായിട്ട് നിൽക്കുകയാണ്. കുറച്ചു പേർക്ക് വീട് കൊടുത്തു, അവർ പേരിനെ കൊടുത്തവർ പോലും പൂർത്തിയാക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. എവിടെ പോയാലും പാവപ്പെട്ടവരുടെ രോദനം നമുക്ക് കേൾക്കാം, വീടില്ല, ഭവനമില്ല എന്നുള്ളത്. ഇത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്ന കാര്യമാണ്. ഒരു സംശയവും വേണ്ട. 3 മാസം കഴിഞ്ഞ് വരാൻ വേണ്ടി പോകുന്ന UDF ഗവൺമെന്റ് മുന്നിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി വീടില്ലാത്ത പാവങ്ങൾക്ക് മുഴുവൻ വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. അപ്പൊ അത് PR വർക്കിന്റെ ഭാഗമാകാനല്ല, ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഗംഗയ്ക്കും യമുനയ്ക്കും അവർക്ക് പഠിക്കാൻ സൗകര്യമുണ്ടാകുന്ന അതിനുവേണ്ടി ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ കാണിച്ച ഒരു വലിയ താല്പര്യമാണ് ഞാൻ വല്ലാതെ ആകർഷിച്ചത്. ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എവിടെയെല്ലാം പ്രയാസങ്ങൾ നാട്ടുകാർ ഇത്തരം കാര്യങ്ങൾ സഹായിക്കാൻ തയ്യാറാവും. കാരണം നാട്ടുകാരുടെ മുമ്പിലേക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാൽ സുമനസ്സുകളായിട്ടുള്ള ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട്, പാവങ്ങളെ സഹായിക്കാൻ താല്പര്യമുള്ളവർ. അതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഔദാര്യമായിട്ടല്ല. അർഹതപ്പെട്ട ആ കുട്ടികൾക്ക് നന്നായി പഠിച്ച് നാളെ അവരെയൊക്കെ തന്നെ ജീവിതത്തിൽ ഏറ്റവും മുകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളിൽ അവർക്കൊരു കൈത്താങ്ങായി നമുക്ക് നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്, ഈ സന്ദർഭത്തിൽ നിങ്ങളെല്ലാം സാക്ഷ്യം നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ളത്, ഗംഗ ഇപ്പോൾ പോളിടെക്നിക് വിദ്യാർത്ഥിനിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല എഞ്ചിനീയറായിട്ട് മാറി ഈ നാടിനും സമൂഹത്തിനും ഉപകാരപ്രദമാവതിൽ വളരാൻ ആ കുട്ടിക്ക് കഴിയട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. അതുപോലെ അനിയത്തി യമുനയ്ക്കും അതിനുള്ള കഴിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സംരംഭത്തിന് നേതൃത്വം കൊടുത്ത സാജു ഖാൻ ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ വിടാതെ പിന്തുടരുക. ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരെ ജനം കൈവിടില്ല എന്നുള്ളത്
എൻ്റെയും സുരേഷിൻ്റെ ഒക്കെ കാര്യത്തിൽ കൃത്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറായാൽ ജനം നമ്മളോടൊപ്പം ഉണ്ടാവും. അതിന് നമുക്ക് ജാടകൾ ആവശ്യമില്ല. അവരുടെ കൂടെ നിന്ന് അവരുടെ പ്രയാസങ്ങൾ പങ്കുവെച്ച് അവരുടെ ദുഃഖങ്ങളിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ടാകട്ടെ, അതിന് കഴിയുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും എൻ്റെ വിനീതമായിട്ടുള്ള പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട്